വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ നമ്മൾ വെക്കേഷനായിട്ട് നമ്മൾ ആര്യങ്കാവ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഒരു കസിൻ്റെ വീട് അവിടെയുണ്ട്. അവിടുത്തെ കുറച്ച് നല്ല വിശേഷങ്ങളാണ് നമ്മളിന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ ആര്യങ്കാവിൽ പോയിട്ട് ഒരു ചെറിയ അരുവിയൊക്കെ ഫുള്ളായിട്ടൊരു വീഡിയോ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെയാണ് ആര്യങ്കാവ്, ആര്യങ്കാവിൽ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ഈ വീഡിയോ തരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ആര്യങ്കാവ് എന്ന് പറയുന്നത് ഒരു വില്ലേജാണ്. അത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ആ വില്ലേജ് ഉള്ളത്. അത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറാണ് ആക്ച്വലി. അത് തെന്മലയ്ക്കൊക്കെ അടുത്തുള്ള ഒരു ബോർഡറായിട്ടുള്ള ഒരു പ്രദേശമാണ് ആര്യങ്കാവ്. വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ആക്ച്വലി ആര്യങ്കാവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ടൂറിസ്റ്റുകളാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പാലരുവി വെള്ളച്ചാട്ടവും റോസ്മലയും അതുപോലെ തന്നെ സാൻഡൽ വുഡ്, നമ്മൾ നാച്ചുറലായിട്ട് ഒരുപാട് ചന്ദനമരങ്ങളുടെ ഒരു വലിയൊരു ഫോറസ്റ്റ് ഏരിയ തന്നെ ഇവിടെയുണ്ട്. ഫസ്റ്റ് നമ്മളിവിടെ കാണാൻ പോയത് ഇവിടെ ഉള്ളൊരു കടമാൻപാറ ഫോറസ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ്. അവിടെയാണ് ആദ്യം നമ്മളത് കാണാൻ പോയത്. അത് കേരള വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ആര്യങ്കാവിലുള്ളതാണ് ഈ കടമാൻപാറ ഫോറസ്റ്റേഷനെ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വലിയ കടമാൻപാറ സാൻഡൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മറയൂരിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു സാൻഡൽ വനത്തിന് പേര് കേട്ടതാണ് ഈ പ്രദേശം. പാലരുവി വെള്ളച്ചാട്ടവും റോസ്മലയും ഇവിടെയുള്ള മറ്റ് ആകർഷണങ്ങളാണ്. നമ്മുടെ ഈ ടൗൺ ഏരിയയിൽ നിന്നൊക്കെ പോയി ഒരു ശാന്തമായിട്ടുള്ള നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ ദൂരം നമുക്ക് വനത്തിനുള്ളിലേക്കൊക്കെ നടന്നൊക്കെ കയറാൻ പറ്റുമേ. അതായത് ഇവിടെ ഫുള്ള് ഒരു ഫോറസ്റ്റ് ഏരിയ കേരള വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഫോറസ്റ്റ് ഏരിയ നില ചെയ്യുന്നത്. അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, നിറയെ ക്യാമറകളൊക്കെ ഉണ്ട്. അതായത് ഇത് നാച്ചുറലായിട്ട് ചന്ദനമരങ്ങൾ നമ്മളായിട്ട് കൃഷി ചെയ്തുണ്ടാക്കാതെ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടായിട്ട് വരുന്ന ചന്ദനമരങ്ങളുടെ ഒരു വലിയ ഫോറസ്റ്റ് ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു ഏക്കർ ചന്ദനമരത്തിൽ നിന്നൊക്കെ 2 കോടിയുടെ വരുമാനമൊക്കെ ഉള്ളൊരു ഏരിയ. അതായത് അത്രയ്ക്ക് പ്രോഫിറ്റ് കിട്ടുന്നൊരു സ്ഥലമായതുകൊണ്ട് ഫുള്ളി കേരള സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് ഈ സാൻഡൽ വുഡുകൾ ഒരു സംരക്ഷണത്തിലാണ് നിൽക്കുന്നത്. ഓരോ സാൻഡൽ വുഡുകൾക്കും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാമറകളൊക്കെ അതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് അത് നോക്കാനായിട്ട് ഒരുപാട് ഗാർഡ്സുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അവിടെ ഒരു കസിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കിതിലേക്ക് കയറാൻ പറ്റിയത്. അല്ലാതെ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വേണ്ട, നമ്മൾ ആ കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവരുടെ ആ ഫോറസ്റ്റ് അവിടെ ഉദ്യോഗസ്ഥരൊക്കെയുള്ള ഓഫീസാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇതിനുള്ളിൽ ആൾക്കാർ 5-6 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു കസിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒന്ന് കയറുന്നത്. അവിടെയൊക്കെ ഫുള്ള് അപ്പോൾ ഒരുപാട് ആനകളുടെയും ഒക്കെ ശല്യങ്ങൾ ഒരുപാട് കൂടുതലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വനം വകുപ്പുകാർ തന്നെ അവിടെ ഇങ്ങനെ ഓരോ വീടിൻ്റെയും ഗേറ്റിലേക്ക് കയറുന്നതിന് പകരം ഒരു ഇലക്ട്രിക് വയറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഷോക്ക് ഏൽക്കും. അങ്ങനെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് എൻഡിലായിട്ട് വരുമ്പോഴാണ് ആ ഉള്ളിലോട്ട് വരുന്ന റിയൽ സാൻഡൽവുഡിൻ്റെയൊക്കെ ഒരു ഇമേജൊക്കെ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ കസിൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കയറിപ്പോയത്. അവർ ഓൾറെഡി ഇവിടെ വീട് വെച്ച് താമസിക്കുന്നവരുമാണ്. അപ്പോൾ അവർക്ക് ഇവിടെയൊക്കെ ഇത് നമ്മുടെ കസിൻ്റെ തന്നെ വീടാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ നമ്മൾ ഇലക്ട്രിക് വയറുകൾ ഇങ്ങനെ അവർ വലിച്ചിട്ടുണ്ട് നമ്മുടെ ഏരിയയുടെ, അതായത് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ ഇവരിങ്ങനെ ചെയ്തിട്ട് അതൊരു വനം വകുപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് സംരക്ഷണത്തിലാണിത് അത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിൽക്കുന്നത് ഈ സാൻഡൽ വുഡുകളാണ്. മെലിഞ്ഞ് നിൽക്കുന്ന ഇതാണ് സാൻഡൽ വുഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്.
കേരള വനംവകുപ്പ് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ക്യാമറ ഇത് ഒരു ഇവിടെ ഉണ്ട് കേട്ടോ. ഫുള്ളി ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ മയിലിനെയൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റബ്ബറൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഒരു ഏരിയയിൽ റബ്ബർ അങ്ങനെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടുന്ന് ഇപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്കൊരു ഒരു വണ്ടി കിട്ടാനോ ഒക്കെ പാടാണ്. മുഴുവൻ വനമാണ് ശരിക്കും. അതായത് റിയൽ സാൻഡൽ വുഡിൻ്റെ നാച്ചുറലായിട്ട്, അതായത് ആരും കുഴിച്ച്, ഇത് നമ്മൾ കാണിച്ചിരിക്കുന്ന മയിലിനെയാണ്. അതായത് ഇവിടെ നമുക്ക് വീഡിയോയിൽ ക്ലാരിറ്റി ഇല്ല, പക്ഷെ നമുക്ക് റിയലായിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കേട്ടോ, നമുക്ക് ആ മയിലിനെയൊക്കെ കാണാം. ഇഷ്ടംപോലെ മയിൽ, കുരങ്ങന്, ആനകളുടെയൊക്കെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ വെട്ടുന്ന തോട്ടമാണ് കേട്ടോ. റബ്ബർ വെട്ടുന്ന തോട്ടം തന്നെയാണ് ഇവിടെയൊക്കെ. നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ടൊക്കെ ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. അതായത് ഇതൊക്കെ റിയൽ സാൻഡൽ വുഡുകളാണ്. 23 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ തമിഴ്നാട് അതിർത്തിയിലെ പശ്ചിമ മലനിരകളിലാണ് ഈ ചന്ദനത്തോട്ടം. ഇവിടെ സംസ്ഥാന അതിർത്തി വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടില്ലേ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചന്ദനമരങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതായത് 100 വർഷങ്ങൾ, 100 കൂടുതൽ വർഷങ്ങളൊക്കെ, അത്രയും വർഷങ്ങൾ ചന്ദനമരം നിൽക്കുമ്പോഴാണ് ആ വുഡിന് ശരിക്കും അതുപോലെ കോസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചന്ദനമരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ആ വീടിൻ്റെ ചുറ്റാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ മണ്ടയിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ കുറച്ച് പോയപ്പോൾ തന്നെ മടുത്തു പോയി. കാരണം നമ്മൾ ഏകദേശം ഒരു 11 മണി സമയത്താണ് വന്നത്. അത്യാവശ്യം ഇച്ചിരി നമ്മളങ്ങ് വിയർക്കുന്ന സമയമൊക്കെയാണ്. രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങ് മണ്ട വരെ കയറിപ്പോയി കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് പാലരുവി വെള്ളച്ചാട്ടവും റോസ്മലയൊക്കെ ഉള്ളത്. നമ്മളിവിടെ അടുത്ത് വേറൊരു ക്ഷേത്രത്തിലൊക്കെ പോയായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ. അത് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കയറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ഇവിടെ ഫുള്ള് ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഫുള്ള് റിയൽ ആയിട്ടുള്ള സാൻഡൽവുഡുകളുള്ള, അതായത് നാച്ചുറലായിട്ട്, അതായത് ആരും കൃഷി ചെയ്ത് വെക്കാതെ നമ്മുടെ പ്രകൃതി തന്നെ അതിനനുയോജ്യമായി, ഈ സാൻഡൽവുഡുകൾ വളരാൻ അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും ഒക്കെയുള്ള ഏരിയയിലായതുകൊണ്ട് ഇവിടെ ഇനി അങ്ങോട്ട് നമ്മൾ കാണിക്കുന്നത് മുഴുവൻ സാൻഡൽവുഡുകളാണ്. അതായത് കോടികൾ വില വരുന്ന ഇതാണ്. പക്ഷേ അതെല്ലാം നമ്മൾ ഈ കേരള വനം വകുപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ക്യാമറ സർവൈലൻസും അവിടെ ഉണ്ട് കേട്ടോ. ഫുള്ള് നമ്മളൊരു ഇഞ്ച് അനങ്ങിയ അവിടെ ഉടനെ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ഉള്ളതാണ്. ഇത് പഴയ ചന്ദ്രമരം. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടനൊക്കെ ഇവിടെ 10-65 വർഷങ്ങളായിട്ട് പുള്ളി ഇവിടെ ഫോറസ്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പുള്ളിയൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ആൾക്കാർ തന്നെയാണ്. അവരൊക്കെ ഇവിടെ നിന്ന് ഇപ്പം മാറാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടേ, നമ്മളിവിടുന്ന് കുറേ ദൂരം നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഏരിയ ആണ്. നമ്മൾ ഈ കുറേ ദൂരമൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു വീഡിയോ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടു നോക്കണേ. ഇതിന് തൊട്ട് പുറകിലുള്ള ഒരു പ്രീവിയസ് വീഡിയോയിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവേ. അത് നമ്മൾ ഇതൊക്കെ ഫുള്ള് നടന്ന് നമ്മളങ്ങ് ഫുൾ ടയേർഡായിട്ടാണ് നമ്മൾ അവിടോട്ട് പോകുന്നത്. അപ്പോൾ അത് പക്ഷെ നല്ലൊരു നമ്മൾ റിഫ്രഷിംഗ് ആയി നമ്മൾ മുഖമൊക്കെ കഴുകി നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്തു. വളരെ, അതായത് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ഏരിയയിൽ ഉള്ള കേരള വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണിത് ഉള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ട് ചോദിച്ചു സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ല, പ്രോപ്പർ ഏരിയ ഏതാണെന്ന് മനസ്സിലായില്ലെന്നുള്ളത്. അത് ആര്യങ്കാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആര്യങ്കാവ് ഒരു വില്ലേജാണ്, ആക്ച്വലി കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളൊരു വില്ലേജാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറാണ്. തെന്മലയൊക്കെ അതിനടുത്താണ്. അതായത് കേരള വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആര്യങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ അതിൻ്റെ ബോർഡൊക്കെ കാണാൻ പറ്റും. റിയൽ സാൻഡൽവുഡിൻ്റെ ഒരു ഏരിയ ആണ്. കേരള ഫോറസ്റ്റ് സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ ഈ കാണുന്നതെല്ലാം സാൻഡൽവുഡുകളാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതാണോ, ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഓരോ വുഡിനും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ ജയിലുണ്ട്. അവിടെ അവർ പിടിച്ചിടും. അവിടെ തന്നെയാണ് ജയിലുള്ളത്. ഇതിനുള്ളിൽ തന്നെ ആ ഫോറസ്റ്റ് നമ്മൾ കയറി വന്നപ്പോൾ കാണുന്ന ഒരു
ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ജയിലുണ്ട്. ഇവിടെ നിന്ന് കയറി പണിത് കഴിഞ്ഞാൽ അവരവിടെ തന്നെ പിടിച്ചിടുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി അതൊരു കേരള വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഉള്ളത്. ഇതാണ് റിയൽ സാൻഡൽവുഡ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ കമ്പിന് തന്നെ കോടികൾ വില വരുന്ന സാധനമാണ്. പക്ഷേ ഇത് ഓരോന്നും അത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളർ വെച്ചിട്ട് അവർ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ. എന്താ വളരെ റിലാക്സിങ് ആയിട്ട് ഇവിടേക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ കൃഷിയൊക്കെയാണ്, ആ വാഴയൊക്കെ അവിടെ കണ്ടത്. ശരിക്കും നമുക്കിതിൻ്റെ ബ്യൂട്ടി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ആക്ച്വലി റിയലായിട്ടത് മനസ്സിലാവുള്ളൂ. നമ്മളങ്ങ് ഉള്ളിലോട്ടൊന്നും ഈ ക്യാമറയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലോട്ടൊന്നും ക്യാമറ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഈ ആൾക്കാർ താമസിക്കുന്ന ഏരിയാസിൽ മാത്രമാണ് ക്യാമറ വെച്ചിട്ട് നമ്മൾ കാണിച്ചേക്കുന്നത് കേട്ടോ. ഒരുപാട് ഉള്ളിലോട്ടൊന്നും നമ്മൾ പോയില്ല ആക്ച്വലി. കണ്ടോ, ഇത് കണ്ടോ, ബ്ലൂ കളറിൽ അവരത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ചന്ദനമരത്തിനും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ റിയൽ ബ്യൂട്ടി നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നേരിട്ട് വന്ന് നമ്മളത് എൻജോയ് ചെയ്യണം. ബിക്കോസ് ഇപ്പം ഞാനൊക്കെ പറയുമ്പം അതിൻ്റേതായൊരു അത് എഫക്റ്റ് മനസ്സിലാവില്ല. ആക്ച്വലി നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. ആനയുടെയൊക്കെ ഒരുപാട് ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം രാവിലെ നമ്മൾ റിഫ്രഷിംഗ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് അങ്ങ് മലയിൽ കയറി പോകാം. അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറേ ദൂരം നമ്മൾ അത്രയൊന്നും നടന്ന് കയറിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്തുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പം ഒരു വെക്കേഷനൊക്കെ ആകുമ്പം നമുക്ക് ഒരു ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ തോന്നുന്ന സന്ദർഭത്തിൽ നമുക്ക് കയറി വരാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഏരിയയാണ്. അപ്പം ആർക്കെങ്കിലും വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് നെറ്റിൽ അടിച്ചു കൊടുക്കണം. ഞാനതിൻ്റെ ഡീറ്റെയിൽ കടമാൻപാറ സാൻഡൽ ഫോറസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ അത് ആര്യങ്കാവാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിനും തമിഴ്നാടിൻ്റെ ഒരു ബോർഡറിലാണ്. ഇവിടെ ഈ സാൻഡൽവുഡുകൾ തന്നെ കേരളത്തിൻ്റെയും ഉണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 23 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ തമിഴ്നാടിൻ്റെ അതിർത്തിയിലെ പശ്ചിമ മലനിരകളിലാണ് ഈ ചന്ദനത്തോട്ടം എന്നാണ് ഇവിടെ നെറ്റിലൊക്കെ കിടക്കുന്നത്. ഇവിടെ സംസ്ഥാന അതിർത്തി വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചന്ദനമരങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഞങ്ങളുടെ കൂടെ നടന്നു വന്ന ഞങ്ങളെ കൊണ്ടുപോയ ചേട്ടനാണെങ്കിൽ ഇവിടെ പുള്ളിക്കൊരു 10-70 വയസ്സുള്ള ആളാണ്. അപ്പം ഒരു 10-70 വർഷങ്ങളായി പുള്ളി ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഗാർഡായിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ്. ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുണ്ടായിരുന്നപ്പോൾ തന്നെ ഈ ചന്ദനമരങ്ങൾ ഇങ്ങനെയാണ്. അതായത് 100-ൽ കൂടുതൽ വർഷങ്ങളുള്ള ചന്ദനമരങ്ങളാണ് ഇവിടെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആരും ഇവിടെ കൊണ്ട് കുഴിച്ചു വെച്ച് ചന്ദനമരങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ല. ആക്ച്വലി ഇവിടുത്തെ മണ്ണും വെള്ളവും പ്രകൃതിയും എല്ലാം ഈ മരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടതാണ്. നാച്ചുറലായിട്ട് സാൻഡൽ ഫോറസ്റ്റേഷനാണിത് ആക്ച്വലി. അപ്പോൾ ഇവിടെയൊക്കെ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 1-2 hours ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ദൂരം നടന്ന് ഞങ്ങൾ മടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോയി ആ ഒരു അരുവിയിൽ. അത് റിയലി സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനതിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെ നിന്ന് തന്നെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടാണ് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. ആക്ച്വലി അത്രയ്ക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് മനോഹരമായിരുന്നത്. അപ്പോൾ അതേണ്ട ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഓരോ ക്യാമറകളുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഗാർഡുകളുടെ ഒരു കംപ്ലീറ്റ് സർവൈലൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ ഞങ്ങളുടെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ അവർക്ക് ഇതിൻ്റെ കുറച്ച് ദൂരമൊക്കെ നമുക്ക് കയറായിരിക്കും. കാരണം അവർ ഓൾറെഡി ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചേട്ടനുള്ളതുകൊണ്ട് നമ്മൾ കയറി പോന്നു. ഇനി ആർക്കെങ്കിലും വരാൻ ടൂറിസ്റ്റുകളായിട്ട് ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. ആ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ വരാവുള്ളൂ. ഇതിനകത്ത് അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കാരണം ഇവിടെയുള്ള ടൂറിസ്റ്റ് ഏരിയകൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിവിടെ ഓൾറെഡി താമസിക്കുന്ന ആൾക്കാരുടെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറി അങ്ങ് പോയത് കേട്ടോ.
ഓൾറെഡി ഇവർക്കെല്ലാം അറിയാവുന്നവരുമാണ്. മീൻസ് അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ്മാർക്കെല്ലാം ഇവരെ അറിയാവുന്നവരാണ്, ഇവരവിടെ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറിപ്പോയത്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ആര്യങ്കാവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരുവിയുടെ അടുത്തൊക്കെ പോയില്ലേ, ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിലുള്ള അവിടെയൊക്കെ നമുക്ക് വലിയ പെർമിഷൻസ് ഒന്നുമില്ല. കാരണം അവിടെ നിന്ന് സാൻഡൽ വുഡുകളല്ല, ഇത് കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷൻ ഏരിയ ആയിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വരികയൊക്കെ ചെയ്യാം. അവിടെ ഒരു ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ പാലരുവി വെള്ളച്ചാട്ടമുണ്ട്, റോസ്മലയുണ്ട്. ഇപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള അടിപൊളി ഒരു ഏരിയ ആണ് ആക്ച്വലി. നമ്മൾ വെക്കേഷനൊക്കെ ആണെങ്കിൽ, അതായത് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ തന്നെയുള്ള ഒരു ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞത്. പാലരുവി വെള്ളച്ചാട്ടം, അതുപോലെ റോസ്മലയ, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. കാരണം തമിഴ്നാടിൻ്റെ ബോർഡറാണ്. ഞാനത് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഞങ്ങളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രത്തിലൊക്കെ പോയി. പിന്നെ ഇവരുടെ ഒരു ഫേമസ് ഫുഡൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കാടയിറച്ചിയൊക്കെ നമ്മൾ അവരുടെ കസിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാടയിറച്ചിയൊക്കെ വറുത്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്തത്. ഒരു വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് ആക്ച്വലി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഭയങ്കര വർക്ക് ലൈഫിലൊക്കെ ഫുള്ളി ടയർഡായിട്ടിരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷനൊക്കെ ഇവിടോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ അത് അത്ര അങ്ങോട്ട് ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ശരിക്കും സാൻഡൽ വുഡുകളാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു 2700ഓളം സാൻഡൽ വുഡുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ അവിടെ ഒരു കുരങ്ങനെയൊക്കെ നമ്മൾ കാണാൻ പോസ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരുപാട് കുരങ്ങന്മാരുണ്ട്. പക്ഷേ നമ്മൾ ചില ഏരിയാസിലൊക്കെ കാണത്തില്ലേ, ഇവർ ഭയങ്കര നമ്മളെ ശല്യപ്പെടുത്താനൊക്കെ വരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ തട്ടിപ്പറിക്കുകയും അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെയുള്ള കുരങ്ങന്മാരൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം അവർ കാട്ടിൽ തന്നെ ജീവിക്കുന്നവരാണല്ലോ. ഞാൻ കാണിക്കുന്ന എല്ലാം സാൻഡൽ വുഡുകളാണ് കേട്ടോ. നമ്മൾ അധികം ഏരിയാസിൽ പോയില്ല, കുറച്ച് ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു വിഷ്വൽ കാണിക്കുക എന്നുള്ളൂ. ഇവിടെ ഫുൾ ഫോറസ്റ്റ് ഗാർഡുമാരാണ്. ഇവിടുന്ന് ഇത് എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇവിടെ അടുത്ത് തന്നെ നമുക്ക് തെറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിടിച്ചവരിടും കേട്ടോ. പിന്നെ അവർ വിടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ ഇവിടെ നടത്താൻ പാടില്ല എന്നുണ്ട്. ഇവിടെ ക്യാമറയൊക്കെ ഞാനിവിടെ കാണിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ കവർ ചെയ്ത ഭാഗത്ത് തന്നെ ക്യാമറയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രീതിയിലുള്ള ഒരു തട്ടിപ്പിനും ആൾക്കാരെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനകത്ത് പിടിച്ചിടും. കാരണം ഇവിടെ ഓൾറെഡി ജയിലിൽ ആൾക്കാരുണ്ട്. നമ്മളത് കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ നെറ്റിൽ നോക്കി അവരെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ വരാവുള്ളേ. അല്ലാതെ നമുക്ക് ആര്യങ്കാവിൻ്റെ ഭംഗി ആസ്വദിക്കാനാണെങ്കിൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പേസുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പാലരുവി വെള്ളച്ചാട്ടമുണ്ട്, റോസ്മലയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വലിയ അരുവി. ഞാൻ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിലിട്ട ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് വരാനൊക്കെ പറ്റും. ആ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോട്ടറി വിൽപ്പനക്കാരുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ തോന്നി. അതായത് വേറൊരു കടകളും ഇല്ല, ഫുൾ ലോട്ടറി കടകളാണ്. അതായത് അവിടെ വന്ന് ലോട്ടറി എടുത്ത് ഒരുപാട് ആൾക്കാർ അതെടുക്കുന്നുമുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ ആ ക്ലിപ്പ് ഉണ്ടോ എന്നറിയില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. അതായത് വേറൊരു ചായക്കട പോലും ഇല്ലാതെ തന്നെ കവർ ചെയ്ത് ഒരു 10-25 കടകൾ അടുപ്പിച്ചടുപ്പിച്ച് ലോട്ടറി കടകളാണ്. ഒരു ട്രെയിൻ അവിടെ വരുമ്പം ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ലോട്ടറി എടുത്തിട്ട് പോകും. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിക്കുന്നോ അങ്ങനെ എന്തൊക്കെയാണ്, എനിക്കറിയില്ല. എന്താണെങ്കിലും അവിടെ ഒരുപാട് ലോട്ടറി കടകൾ ഞാൻ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് പള്ളിയിലൊക്കെ പോയിരുന്നു. പിന്നെ അമ്പലങ്ങളുണ്ട്. ഞങ്ങളൊരു അമ്പലത്തിലൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിൽ. ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ അത് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഇവിടം വരെ അത് നടന്ന് കയറിയിട്ടുണ്ടായിരുന്നുള്ളേ. അതായത് ഇവിടെ ഒരു ഷെഡുണ്ട്, അത് ഫോറസ്റ്റ് ഗാർഡുമാരുടെ തന്നെ ഷെഡാണ്. നമ്മൾ ഏകദേശം ഇവിടം വരേക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ മലയണ്ണാനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അതായത് നമ്മളൊരു 1 കിലോമീറ്റർ പോയപ്പോൾ തന്നെ നമ്മൾ ശരിക്കും മടുത്തുപോയി. നല്ല കുറച്ച് എല്ലാവരും കൂടെ വരുവാണെങ്കിൽ, രാവിലെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറേ ദൂരമൊക്കെ കയറി കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ മടുത്തുപോയി. നമ്മൾ പിന്നെ തിരിച്ചു പോയി. നമ്മൾ ആ അരുവിയുടെ അവിടെ പോയി കുറേ നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കുറേ മാങ്ങാപ്പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇത് ഫോറസ്റ്റ് ഗാർഡുമാർ രാത്രിയിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മളവിടെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നു.
എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. നമ്മൾ 1 കിലോമീറ്റർ പോകുള്ളൂ. ഇത് ഒരുപാട് സ്ഥലമുണ്ട്, 23 ചതുരശ്ര കിലോമീറ്റർ എന്നൊക്കെയുള്ള ഇതിലുണ്ട്. പിന്നെ ഇവിടെ മലയണ്ണാനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ആര്യങ്കാവ് എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഏരിയ ആണ്. കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. കേരളത്തിന് തമിഴ്നാടിൻ്റെ ഒരു ബോർഡറാണ്. തെന്മലയ്ക്കൊക്കെ അടുത്താണ്. അതായത് കേരളത്തിൻ്റെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ആര്യങ്കാവിലുള്ള കടമാൻപാറ ഫോറസ്റ്റേഷൻ ഏരിയ ആണ്. ഇവിടെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കടമാൻപാറ ഫോറസ്റ്റേഷൻ നെറ്റിലടിച്ചു കൊടുക്കുക, അവരുടെ കോൺടാക്റ്റ് നമ്പർ എടുക്കുക, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ള പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ആര്യങ്കാവ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ പാലരുവി വെള്ളച്ചാട്ടമോ റോസ് മലയോ അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ ഉണ്ട്. ഭയങ്കര ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. കാരണം ഇവിടെ റെയിൽ ഇതില്ലായിരുന്നു. അതായത് റെയിൽവേ സ്റ്റേഷൻ റെയിൽ മാർഗത്തിൽ ട്രെയിനുകളില്ലായിരുന്നു. ഉള്ളി നമ്മൾ ഒരു റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിൽ ഒരു റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ആ റോഡിന് എന്തെങ്കിലും തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെയൊക്കെ ഒരു പുരാതന കഥകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് ക്ലിയറായിട്ട് അറിയില്ല, പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ വന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അവിടെ ട്രെയിൻ ഉണ്ടാവാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ മാർഗ്ഗം കൂടെ കൊണ്ടുവന്ന ഒരു ഏരിയ ഉണ്ട്. അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കാരണം ആര്യങ്കാവിൻ്റെ ഫുൾ ഭംഗി ആ ഒരു ഏരിയയിൽ നിന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമേ. ഞാനൊരു ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വലിയ മലയുടെ മണ്ടയിലുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളിതിൻ്റെ ശരിക്കുമുള്ള ബ്യൂട്ടി ആസ്വദിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അത് ഞാനിത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അത് കാണാത്തവർ കണ്ടു നോക്കണം. അതിന് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഇത്രയും നടന്ന് ക്ഷീണിച്ചിട്ടാണ് ഞങ്ങൾ ആ അരുവിയിലൂടെ പോയത്. അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നമ്മളെ കൂടെ ഉള്ളവർ കുളിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി അതിൻ്റെയൊക്കെ ബ്യൂട്ടി മനസ്സിലാകണമെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടിയാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ട്രാവൽ വ്ലോഗുകൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് എന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് എന്നാസ് യൂട്യൂബ് ചാനൽ.